നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ KPCC ആസ്ഥാനത്ത് പന്തലിട്ട കോൺഗ്രസ് പ്രവർത്തകർ. വിശദാംശങ്ങളുമായി RB സനോബ കൂടി ചേരുന്നുണ്ട്. സനോബ, ഇനി റിസൾട്ട് വരാൻ മണിക്കൂറുകൾ മാത്രമാണ്. കേരളം കാത്തിരിക്കുകയാണ്. UDF പ്രവർത്തകർ ഉറപ്പിച്ചു കഴിഞ്ഞോ വിജയം? അതിനോടനുബന്ധിച്ചാണോ ഇത്തരത്തിൽ പന്തലുകളൊക്കെ ഇട്ടിരിക്കുന്നത്? RB സനോബ ചേരുന്നുണ്ട്. സനോബ, ഉറപ്പിച്ചു കഴിഞ്ഞോ വിജയം UDF പ്രവർത്തകർ? അതിന്റെ ആത്മവിശ്വാസത്തിലാണോ പന്തലൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്? വിനിഷ, വലിയ പ്രതീക്ഷയിലാണ് KPCC ആസ്ഥാനം. കാരണം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്ക് തിരികെ എത്താൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രാത്രിയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ KPCCയിലുണ്ട്. KPCCയിൽ വലിയ പന്തലും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നാളത്തെ ഈ വോട്ടെണ്ണൽ അത് തത്സമയം കണ്ട് ഈ വിജയം ഉറപ്പിക്കാൻ വേണ്ട ഒരു തയ്യാറെടുപ്പാണ് നിലവിൽ KPCCയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് വേണ്ടിയുള്ള നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ KPCC അധ്യക്ഷനടക്കം ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഓരോ വോട്ട് എണ്ണുന്ന കാര്യവും മറ്റുമൊക്കെ തന്നെ കണ്ട് വീക്ഷിക്കുന്നത്. ഇപ്പോൾ ജബി മേത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണല്ലേ? വലിയ പ്രതീക്ഷയിൽ വളരെ കോൺഫിഡന്റ് ആണ്. ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. അപ്പോ ഒരു സീറ്റ് എത്രത്തോളം സീറ്റ് കൊടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എന്തായാലും ഒരു 85-ന്റെയും 100-ന്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. UDFന്റെ വലിയൊരു വിജയം, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയും UDF സർക്കാരും എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്, കേരളത്തിന്റെ പ്രതീക്ഷയാണ്. ഇപ്പോ പാറശാലയിലെ സ്ഥാനാർത്ഥി നെയ്യാറ്റിങ്കര സനലടക്കം ഇവിടെ നിൽപ്പുണ്ട്. ഏതാനും മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ റിസൾട്ട് വരാൻ വേണ്ടി. പാറശാലയിൽ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷയാണ്, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ചിന്തിച്ചതുപോലെ പാറശാലയിലെ ജനങ്ങൾ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു. ഈ നാളെ KPCCയിൽ ആരൊക്കെ ഉണ്ടാവും ഇത് കാണുന്നതിന് വേണ്ടി? നേതാക്കന്മാരെല്ലാവരും കാണും. തിരക്കില്ലാത്ത നേതാക്കൾ, വോട്ടർ കൗണ്ടിംഗ് സ്റ്റേഷനിൽ പോകാത്ത നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ടാവും. KPCC അധ്യക്ഷനൊക്കെ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പന്തലോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. മറ്റ് അതിനകത്ത് സവിശേഷതകളൊന്നുമില്ല. കാലാവസ്ഥ അത് നമുക്ക് ദോഷകരമായി വരരുത്. ഒന്ന് ചൂടാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സൂര്യാഘാതമേറ്റിട്ടുണ്ട്. മഴയ്ക്കും മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്, മഴ ഉണ്ടാവുമെന്നൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു പന്തലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകതയൊന്നുമില്ല. സവിശേഷമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ചൂടും അല്ലെങ്കിൽ മഴ പെയ്യണമെങ്കിൽ അത് തടയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പന്തൽ ഒരുക്കിയെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. 85 സീറ്റ് മുകളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നേതാക്കൾ പങ്കുവെക്കുകയാണ്. വിജയപ്രതീക്ഷ അത് വാനോളമുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം UDFന് അനുകൂലമാണ്. അപ്പോൾ ആ അനുകൂല തരംഗത്തിന്റെ ചുവട് പിടിച്ച് തന്നെയാകണം ഇത്രത്തോളം ആത്മവിശ്വാസം അവിടെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പങ്കുവെക്കുന്നതുമല്ലേ സനോബ്? KPCC ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കായിരുന്നു സനോബ. കേൾക്കാമോ? എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചിരുന്നോ UDF അനുകൂല തരംഗമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്ന? അതേ ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും. സാഹചര്യങ്ങൾ കൊണ്ടാണ്, ചൂടാണ്, മഴയാണ് എന്നൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ ആത്മവിശ്വാസം അവരുടെ മുഖത്ത് കാണാം. തീർച്ചയായിട്ടും. കാരണം അവർ പറയുന്നത് സവിശേഷമായിട്ടുള്ള ഒന്നുമല്ല ഈ ഒരു പന്തലൊരുക്കാൻ. കാരണം കാലാവസ്ഥ അനുകൂലമാക്കാൻ വേണ്ടി മാത്രമാണ് പന്തലൊരുക്കിയെന്നുള്ളത്. പക്ഷെ അതല്ല. നമുക്കറിയാം, എക്സിറ്റ് പോൾ വന്ന സമയം മുതൽ തന്നെ UDFലെ നേതാക്കൾക്കിടയിലും അതേപോലെ അണികൾക്കിടയിലൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം 10 വർഷത്തെ ഇടവേള എന്നത് ചെറിയ ഇടവേളയല്ല. അപ്പോൾ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഉണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ആത്മവിശ്വാസത്തോടു കൂടി എത്ര സീറ്റ് വരെ കിട്ടാൻ കഴിയുമെന്ന് അവർ ഉറച്ചു പറയുന്ന സംഖ്യയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. 85 സീറ്റിന് മുകളിലൊക്കെ തന്നെ കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉത്സവ ലഹരിയിൽ ഈ വോട്ടെണ്ണൽ ദിനം ആഘോഷിക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ KPCCയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്ക്രീനൊക്കെ തന്നെ തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയാണ്. എല്ലാവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ആ വിജയം കാണാനും കേൾക്കാനും ഒക്കെ തന്നെയുള്ള ഒരു അവസരം. RB സനോബാണ് KPCC ആസ്ഥാനത്ത് നിന്നും തത്സമയം വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ. നാളത്തെ വോട്ടെണ്ണൽ കാഴ്ചകൾ തത്സമയം കാണാനുള്ള പന്തലും അവിടെ ഒരുക്കിയിട്ടുണ്ട്.